അപ്പോൾ നോക്കിയേ, റോമാലേഖനം പറയുന്നത് ഇങ്ങനെ സ്നാനമേറ്റ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ. അപ്പം നമ്മൾ ഈ സ്നാനം എന്താണ് കുറിക്കുന്നത് അറിയാമോ? യേശുക്രിസ്തുവിന്റെ കൂടെ മരിക്കുക എന്നുള്ളത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ കൂടെ മരിച്ചിട്ടല്ലാതെ നമുക്ക് ഉയർക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടത് കൊണ്ടല്ലേ ഉയർത്തെഴുന്നേറ്റ്. അപ്പൊ മരിച്ച എന്താണ്? നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചു, നമ്മുടെ നീതിക്കായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു കഥയില്ല. കാരണം എന്താണ്? അവൻ മരിച്ചു അടക്കപ്പെട്ടു, എന്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് വിശ്വസിച്ചു. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഇതുകൊണ്ട് ഇതിന് പ്രത്യാശ ഉണ്ടോ? ആ, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. അപ്പം അതിന്റെ ഉറപ്പെന്താണ്? ക്രിസ്തുവിന്റെ ഉയർപ്പാണ്. എന്നിട്ട് പറയാണ്, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായിട്ട് തീർന്ന സ്നാനത്താൽ അവനോട്. അപ്പൊ പാപമോചനം ഈ സ്നാനത്താലല്ല. നമ്മളെന്ത് പറഞ്ഞേ? മാമോദിസ ഒന്ന് മാത്രമേ പാപമോചനത്തിനായിട്ടുള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറയും. അപ്പം മാമോദിസ എങ്ങനെ കേൾക്കണ്ടേ? മാമോദിസ എന്ന് പറഞ്ഞാൽ ഇതെന്നാ ഈ തളിക്ക സ്നാനം വന്നത്? അത് ഈ 5-ാം നൂറ്റാണ്ടിലാണ് കണ്ടത് തളിക്ക സ്നാനം. അതിന് മുമ്പ് ഈ പിന്നെ പൂർണ്ണ സ്നാനമായിരുന്നു. അല്ലെങ്കിൽ നോക്കിയേ, ഷണ്ണൻ. ഇത് പിശാചികർ ഈ വചനമില്ലാത്തത് വഴി, വചനം വായിക്കാത്തത് വഴി ഈ കത്തോലിക്ക സഭ ഈ ബൈബിൾ ഒരാളെ വായിക്കാൻ അനുവദിക്കത്തില്ലായിരുന്നു. ഇത് പൂട്ടിക്കെട്ടി വെക്കും. ഇത് വായിക്കുന്നവരെ കൊല്ലുമായിരുന്നു. അവരെ കത്തോലിക്കരായിരുന്നല്ലോ ഇതെല്ലാമാണ്. ഇന്നും ബൈബിൾ വായിക്കുന്നവർ കത്തോലിക്ക സഭ വിട്ടുപോരും. നിങ്ങളും ബൈബിൾ ശരിക്കും വായിച്ച് പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് ആ പോഷത്വം മനസ്സിലാവും.